അടുത്ത വീട്ടിലെ പറമ്പിൽ ഇരുമ്പിപ്പുളി നിൽക്കുന്നതാണ് അപ്പോൾ അച്ചാറുണ്ടാക്കുന്നത്. ഞങ്ങൾ ഇലിമ്പിപ്പുളി എന്ന് പറയും, പിന്നെ ഇരുമ്പൻപുളി എന്ന് പറയും ചില ആൾക്കാർ, പിന്നെ എറണാകുളത്താണെങ്കിൽ ചെമ്മിപ്പുളി എന്ന് പറയും. അങ്ങനെ ഈ 3 പേരിൽ എനിക്ക് പറയുന്നതായിട്ട് അറിയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇലിമ്പിപ്പുളി കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം കട്ടിയിൽ ചെറിയ വട്ടത്തിലായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞെടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഈർപ്പൊക്കെ ഒപ്പിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ കായം വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുകും പിന്നെ നമ്മുടെ ഉലുവയും കൂടെ ചൂടാക്കി പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സൈഡായിട്ട്. പലപ്പോഴും പലരും അച്ചാറിലൊക്കെ ചേർക്കുന്ന ഇത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഈർപ്പമയം വിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പണി കൂടുതലാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാലൻസ് ഉള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കിയ സമയത്താണ്, ഇപ്പോഴല്ല. ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളായി വീഡിയോ ആക്കണമെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസുള്ള കടുക് പൊടിച്ചതും ഉലുവയും കൂടെ പൊടിച്ചതും കൂടെ കഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന എലുമ്പിപ്പുളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ആ ഒരു മിക്സ് എല്ലാം കൂടി എല്ലാത്തിലും പിടിച്ച് കഴിഞ്ഞാൽ ദേ എലുമ്പിപ്പുളി അച്ചാർ, ഇരുമ്പൻ പുളി അച്ചാർ അല്ലെങ്കിൽ ചെമ്മിപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഓഫീസിലോ സ്കൂളിലോ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ഒരു അടിപൊളി അച്ചാറാണത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.